Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ വചനവും സാക്ഷ്യവും എന്ന ഈ പ്രോഗ്രാമിൽ എനിക്ക് ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അധികമായ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവവൃത്യൻ തോമസ് ചെറിയാൻ അങ്കിൾ അവറുകൾ, അതുപോലെ തന്നെ ഈ മിനിസ്ട്രിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പ്രിയ കൃതദാസൻ ബിനുക്കുരിയുടെ അവറുകൾ, സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവരദാസൻ സ്റ്റീഫൻ ജേക്കബ് അവറുകൾ, ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവരദാസൻ ജോസഫ് ചാക്കോ അവറുകൾ, മറ്റ് സെക്ഷന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും ഈ ലൈവ് പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ഇന്ന് പകലിൽ ദാനമായി നൽകി. കഴിഞ്ഞ രാത്രി വിശ്രമിച്ച അനേക പ്രിയപ്പെട്ടവർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ മരണം വഴിയായി കൃത്യമായ ലോകത്ത് യാത്ര പറഞ്ഞപ്പോൾ ദൈവം നമ്മെ കഴിഞ്ഞ രാത്രി ഭദ്രമായി പരിപാലിച്ചു, നമ്മെ കൺമണി പോലെ സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവാവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാത്മാർത്ഥമായി ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്ന് പകലിൽ നമുക്ക് കടന്നുവരുവാൻ ദൈവമിടയാക്കട്ടെ. ഈ രാവിലെ സമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന എവരോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുവാനിടയായി. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കർത്താവ് ചില ദൗത്യങ്ങൾ അവരെ ഏൽപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് കർത്താവിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ലോകത്തിൽ
ഒരക്ഷരിക രാജ്യം സ്ഥാപിച്ച് അതിൻ്റെ പ്രജകളായിരുന്ന വാഴുവാൻ ആയിരുന്നില്ല കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. കർത്താവ് ലോകത്തിലായിരിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധിയിൽ കൂടെ കർത്താവ് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളിൽ ഒരു ശാരീരിക സംരക്ഷണത്തിന് വേണ്ടിയുമായിരുന്നില്ല യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. യേശു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് കർത്താവിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഉദ്ദേശമെന്ന് കർത്താവ് വ്യക്തമായിട്ട് സുവിശേഷങ്ങളിൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം വായിക്കുമ്പോൾ എന്തിനായിരുന്നു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനും 12 നിയമിച്ചു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ഇവിടെ കർത്താവ് വ്യക്തമാക്കുകയാണ്. എന്താണ് കർത്താവിൻ്റെ ഉദ്ദേശം? 1, കൂടെ ഇരിക്കുവാൻ. 2, പ്രസംഗിക്കേണ്ടതിന് അയക്കപ്പെടുവാൻ. 3, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം നൽകേണ്ടതിന്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. കർത്താവ് തനിക്ക് അവർക്ക് അധികാരങ്ങൾ കൊടുത്തു. ശുശ്രൂഷ അവരെ ഭരമേൽപ്പിച്ചു. എന്നാൽ അവർ കടന്നുപോയി പ്രവർത്തിച്ച മേഖലകൾ പലപ്പോഴും അവർക്ക് വിജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പരാജയമാണ് അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ കർത്താവ് വേറെ 70 പേരെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ശേഷം 9-ാം അധ്യായത്തിലാണ് ശിഷ്യന്മാരുടെ പരാജയം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അനന്തരം 10-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ കർത്താവ് വേറെ 70 പേരെ തിരഞ്ഞെടുത്തു. കർത്താവ് അവർക്ക് അധികാരവും ശുശ്രൂഷയും നൽകിയവരെ അയച്ചു. 2 കർത്താവ് അയച്ചു. ആ ശിഷ്യന്മാർ ശുശ്രൂഷാനന്തരം മടങ്ങി വന്ന് കർത്താവിനോട് നല്ല റിപ്പോർട്ടാണ് പറയുവാനിടയായത്. ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ, ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഭൂതങ്ങളും ഞങ്ങൾ കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു എന്നൊക്കെ നല്ല റിപ്പോർട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ആ 70 ശിഷ്യന്മാർ പറയുവാനിടയായി. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ എന്ന് ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുവാനിടയായി. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്ത തന്നോട് കൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം പ്രാപിച്ച കർത്താവിൻ്റെ 12 ശിഷ്യന്മാർ അവർക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്ന് നല്ലൊരു റിപ്പോർട്ട് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ, അവരുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പരാജയമല്ലാതെ അവർക്കൊന്നും ഒന്നും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോ കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി. യോഹന്നാന്റെ ശിഷ്യന്മാർ അവിടെ ശുശ്രൂഷയിൽ അവർ വിജയിക്കുവാൻ കാരണം അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരെ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. ആ പഠിപ്പിച്ച പ്രാർത്ഥന അവരെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായി.
അതുകൊണ്ടാണ് അവരുടെ ശുശ്രൂഷയിൽ അവർക്ക് ജയിക്കുവാനായിട്ട് അല്ലെങ്കിൽ പരാജയപ്പെടാതെ അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞത്. ഈ സത്യം മനസ്സിലാക്കിയ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. കർത്താവിന് സ്തോത്രം. ആമേൻ. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം കർത്താവിന്റെ മുൻപാകെ അവര് തുറന്നു പറയുകയായിരുന്നു. അവർ കർത്താവിന്റെ മുൻപാകെ കർത്താവിന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞപ്പോൾ കർത്താവ് തന്റെ ഹൃദയം തുറന്ന് കർത്താവ് അവർക്ക് മറുപടി നൽകുന്ന വാക്യമാണ് ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. കർത്താവിന് സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞല്ലോ, 1 തന്നോട് കൂടെ ഇരിക്കുവാൻ, 2 പ്രസംഗിക്കേണ്ടതിന് അയക്കപ്പെടുവാൻ, 3 ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഉള്ള അധികാരം നൽകേണ്ടതിനാണ് യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാനിടയായത്. കർത്താവിന് സ്തോത്രം. യേശു ലോകത്തിലേക്ക് വന്നത് സ്തോത്രബദ്ധന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ വിടുവിച്ചയക്കുവാനുമാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ആ യേശു തന്റെ ശിഷ്യന്മാരെ ആരികെ വിളിച്ച് തന്നോട് കൂടെ ഇരിക്കുവാനായിട്ട് കൽപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. കൂടെ ഇരിക്കുന്നവരുടെ മേലാണ് കർത്താവ് അധികാരം പകരുവാനിടയായി തീർന്നത്. കൂടെ ഇരിക്കുന്നവരെയാണ് കർത്താവ് പറഞ്ഞയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പിതാവിനോട് കൂടെ ഇരുന്ന യേശുവിനെയാണ് പിതാവ് ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിന് സ്തോത്രം, ഈ തലമുറയിൽ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന, ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ ചില അഭിഷക്തന്മാരെ കർത്താവിന് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമുണ്ട്. കർത്താവിന് സ്തോത്രം. കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, കർത്താവിനാൽ അയക്കപ്പെടുവാൻ, കർത്താവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷ വിശ്വസതയോടുകൂടെ ചെയ്യുവാൻ, അനേക ബന്ധിക്കപ്പെട്ടവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു അധികാരമാണ് കർത്താവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനാൽ പുറപ്പെടുവിക്കുന്ന ഒരു തലമുറയെ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരു തലമുറയെ കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽ ഈ ലൈവിൽ കൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിനാൽ അയക്കപ്പെടുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുവാൻ ഇന്ന് പകൽ നിനക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ എങ്കിൽ കർത്താവ് നമ്മെ അയക്കും. കർത്താവിന്റെ അധികാരങ്ങൾ നമുക്ക് കൈമാറുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് കർത്താവിന്റെ മുൻപാകെ അവരുടെ ഹൃദയം അവരെ തുറക്കുകയായിരുന്നു. ഹൃദയം തുറക്കുകയായിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തങ്ങളുടെ ഹൃദയം ശിഷ്യന്മാർ കർത്താവിന്റെ മുൻപിൽ തുറന്നപ്പോൾ കർത്താവും തന്റെ ഹൃദയം അവരുടെ മുമ്പിൽ തുറക്കുവാനിടയായി. ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ മുമ്പിൽ നിന്റെ ഹൃദയം തുറന്നാൽ നാം പിന്നെ ആരുടെ മുൻപിൽ നമ്മുടെ ഹൃദയം തുറക്കേണ്ടി വരികയില്ല. കർത്താവിന്റെ മുമ്പിൽ നാം കരഞ്ഞാൽ പിന്നെ വേറെ ആരുടെയും മുൻപിൽ നാം കരയേണ്ടി വരികയില്ല. കർത്താവിന്റെ മുമ്പിൽ നാം മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെയും മുൻപിൽ നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി നാം മുട്ടുമടക്കേണ്ടി വരികയില്ല. കർത്താവ് സ്വന്തം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഹന്ന തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. വളരെ നിന്ദിക്കപ്പെട്ട്
അഭിമാനിതരായ ഒരു വ്യക്തിയായിരുന്നു ഹന്ന. സ്തോത്രം. അവൾക്ക് മക്കളിലായിരുന്നു. അവൾ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും അവൾ വ്യസനപാത്രമായും അവൾ തങ്ങളുടെ കൂടാരത്തിൽ പാർക്കുകയായിരുന്നു. അങ്ങനെ ഏറിയ നാളുകളായി അവൾ നിന്ദിക്കപ്പെട്ട് പരിഹാസപാത്രമായി ഭവനത്തിൽ കഴിയുമ്പോൾ ഒരു ദിവസം അവൾ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് തൻ്റെ ഹൃദയം ദൈവമുമ്പാകെ തുറന്ന് അവൾ ദൈവത്തോട് ഇങ്ങനെ കരയുവാനിടയായി. ആമേൻ. എന്താണ് അവൾ പറഞ്ഞത്? നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിക്കുമെന്ന്, യഹോവയ്ക്ക് അർപ്പിക്കുമെന്ന് ഒരു തീരുമാനം ഹൃദയം തുറന്ന് ഹന്ന ദൈവത്തോട് പറയുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ഹന്നയുടെ ഭർത്താവ് എൽക്കാനയാണ്. എൽക്കാന ഹന്നയെ വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിരുന്നു. അവളെ വളരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ആ ഭർത്താവ് സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇരട്ടി സമ്മാനങ്ങളും ആമേൻ കർത്താവ് ചോദിക്കുന്ന സകലതും അവൾക്ക് തൻ്റെ ഭർത്താവായ എൽക്കാന നൽകിക്കൊടുക്കുമായിരുന്നു. എന്നാൽ കർത്താവിന് സ്തോത്രം അവളുടെ യഥാർത്ഥ ആവശ്യം നൽകിത്തരുവാൻ അവളുടെ ഭർത്താവിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. അവിടെ എപ്പോഴും കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ കര ചോദിച്ചു, ഹന്നയെ നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? ആമേൻ. 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് വലിയവരല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഭർത്താവിൻ്റെ ആശ്വാസവാക്കുകളൊന്നും അവൾക്ക് ആശ്വാസമായി തീർന്നില്ല. എന്നാൽ ആമേൻ അവൾ വളരെ നിരാശയോടുകൂടെ ആയിരിക്കുമ്പോൾ അവൾ ദൈവാലയത്തിലേക്ക് ചെന്ന് അവൾ ദൈവത്തിൻ്റെ മുൻപാകെ തൻ്റെ ഹൃദയം തുറന്ന് അവൾ ദൈവത്തോട് പറയുകയാണ്, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിൻ്റെ സമ്മാനങ്ങളോ ആശ്വാസവാക്കുകളോ ഹല്ലേലൂയ ആമേൻ അവൾക്ക് സ്തോത്രം ആശ്വാസമായിരുന്നില്ല. കർത്താവിന് സ്തോത്രം. ഭർത്താവിന് ആമേൻ സമ്മാനങ്ങൾ കൊടുക്കുവാൻ കഴിയും, ആശ്വാസവാക്കുകൾ പറയുവാൻ കഴിയും. എന്നാൽ അവളുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആവശ്യം നടത്തി കൊടുക്കുവാൻ ആമേൻ ഭർത്താവിന് കഴിയുമായിരുന്നില്ല. എന്തായിരുന്നു അവളുടെ യഥാർത്ഥ ആഗ്രഹം? സ്തോത്രം. ആമേൻ അവളുടെ ഉദരം ഫലം നൽകുന്ന സ്തോത്രം ഗർഭപാത്രം അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രത്തെ തുറക്കുവാൻ ആമേൻ സ്തോത്രം എൽക്കാനയുടെ സമ്മാനങ്ങൾ കൊണ്ടോ ആശ്വാസവാക്കുകൾ കൊണ്ടോ കഴിയുമായിരുന്നില്ല. അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഹന്ന തിരിച്ചറിഞ്ഞിട്ട് അവൾ ആലയത്തിലേക്ക് ചെന്ന് തൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപാകെ അവൾ തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നീ പ്രഭാതത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അർപ്പിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരൻ, ജീവിതത്തിൻ്റെ വഴികൾ അടയപ്പെട്ട മേഖലകളെ നോക്കി, നന്മയുടെ വഴികൾ അടയപ്പെട്ട അനുഭവങ്ങളെ നോക്കി, ദൈവത്തിന്റെ ഭാവിയുടെ വഴി അടയപ്പെട്ടതിനെ നോക്കി നിരാശപ്പെടുകയല്ല. ഇന്ന് രാപകൽക്കാലം യഥാർത്ഥമായി വഴികളെ തുറക്കുവാൻ കഴിയുന്ന, നിന്റെ പ്രസംഗ പരിഹാരം തരുവാൻ കഴിയുന്ന ആ കർത്താവിന്റെ മുൻപാകെ നിന്റെ ഹൃദയം തുറന്നാൽ ശാശ്വതമായ പരിഹാരം കർത്താവ് നമുക്ക് നൽകിത്തരുമെന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾക്കൊരു കാര്യം മനസ്സിലായി, ഭർത്താവിനെ കൊണ്ട് കഴിയാത്തത് എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയുമെന്ന് ഹന്ന പൂർണ്ണമായി വിശ്വസിപ്പാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹന്ന ആണ്ടുതോറും ദൈവാലയത്തിൽ പോക പതിവായിരുന്നു. കർത്താവിന് സ്തോത്രം. യാഗങ്ങളും വഴിപാടുകളൊക്കെ ഹന്ന കഴിക്കുമായിരുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് അവൾ പോയത് ഹല്ലേലൂയ അവൾ ആലയത്തിൽ പോയത് പതിവ് നിവർത്തിക്കുവാൻ വേണ്ടി പോയതല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി ചിലത് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഹന്ന ദൈവാലയത്തിലേക്ക് കടന്നുപോയത്.
ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ, അമ്മയെ പതിവ് തികയ്ക്കുവാൻ വേണ്ടി ആരും ദൈവസന്നിധിയിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധം ഇരിക്കുന്നുവെങ്കിൽ ചിലത് പ്രാപിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം ദൈവസന്നിധിയിൽ നാം ഇരിക്കേണ്ടത്. കർത്താവിന് സ്തോത്രം. ഹന്ന അമ്മയെ പതിവ് നിവർത്തിക്കുവാൻ വേണ്ടി ആലയത്തിലേക്ക് പോയതല്ല. ഹന്ന തൻ്റെ യഥാർത്ഥ ആവശ്യം നിറവേറുവാൻ, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനാണ് അവൾ ദൈവാലയത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നത്. അവൾ ദൈവാലയത്തിൽ ചെന്ന് അമ്മയെ ദൈവത്തിന്റെ മുമ്പിൽ തൻ്റെ ഹൃദയം തുറക്കുവാനിടയായി. സ്തോത്രം. ആമേൻ. ദൈവത്തിന് മുൻപാകെ തൻ്റെ ഹൃദയം തുറന്ന ആ ഹന്നയ്ക്ക് വേണ്ടി ദൈവം പുരോഹിതനെ ദൈവാലയത്തിലേക്ക് അയച്ചു. സ്തോത്രം. ദൈവത്തിന് മുൻപാകെ നാം നമ്മുടെ ഹൃദയം ഈ രാവിലെ സമയം തുറന്നാൽ, ആമേൻ, നമുക്ക് വേണ്ടി ചില വ്യക്തികളെ ദൈവം അയക്കുവാനായിട്ടിടയായിത്തീരും. ഹന്നയ്ക്ക് വേണ്ടി ദൈവം പുരോഹിതനെ ദൈവാലയത്തിലേക്ക് അയച്ചു. സ്തോത്രം. ആമേൻ. ആമേൻ. ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ആ പുരോഹിതൻ, എലി പുരോഹിതൻ ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച, ഹന്ന ആലയത്തിന്റെ ഒരു മൂലയിലിരുന്ന് അവൾ കരയുകയാണ്. അവൾ ഹൃദയം തകർന്ന് അവൾ നിലവിളിക്കുകയാണ്. സ്തോത്രം. എലി പുരോഹിതൻ നോക്കിയപ്പോൾ തൻ്റെ ഒറ്റ നോട്ടത്തിൽ പുരോഹിതന് മനസ്സിലായത് ഇവൾ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണെന്നാണ് പുരോഹിതന് മനസ്സിലായത്. ആ പുരോഹിതൻ അവിടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ പുരോഹിതന്റെ കാഴ്ചപ്പാട് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയായൊരു കാഴ്ചപ്പാടായിരുന്നില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. പുരോഹിതന് കാണേണ്ടത് കാണുവാനുള്ള കണ്ണ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. സ്തോത്രം. ആമേൻ. നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹന്ന പുരോഹിതന് മറുപടി പറഞ്ഞു, യജമാനനെ, എന്നെ ഒരു നീച സ്ത്രീയായി അവയെ എണ്ണരുതേ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സങ്കടം ദൈവത്തോട് അറിയിക്കുക അത്രേ ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മുൻപാകെ ഹൃദയം തുറന്ന ആ ഹന്ന പുരോഹിതന് മുൻപിലും ഹൃദയം തുറക്കേണ്ടി വന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. എൻ്റെ സങ്കടം ഞാൻ യഹോവയോട് അറിയിക്കുക അത്രേ ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ആ പുരോഹിതൻ ഹന്നയോട് പറയുകയാണ്, മകളെ, നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. നിന്റെ ആഗ്രഹം ദൈവം നിവർത്തിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു വാക്ക് കേൾക്കുവാൻ വേണ്ടിയാണ് ഹന്ന ദൈവാലയത്തിൽ കടന്നു പോകുവാനിടയായത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇനി നീ കരയണ്ട, ഇനി നീ ഭാരപ്പെടണ്ട, നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന്, ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഹന്ന എഴുന്നേറ്റ് പോകുന്നത്, ആമേൻ, ഹല്ലേലൂയ, വളരെ സന്തോഷത്തോടെ ആലയത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാനിടയായി. കർത്താവിന് സ്തോത്രം. പുരോഹിതന്റെ വാക്ക് കേട്ടപ്പോൾ അവൾക്ക് ഒരു ഉറപ്പ് ഹൃദയത്തിൽ കിട്ടി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഹന്ന തൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുകയാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ അവൾ വീട്ടിലേക്ക് പോകുന്നത് നിരാശയോടുകൂടെയല്ല, വേദനയോടുകൂടെയല്ല, ദുഃഖത്തോടുകൂടെയല്ല അവൾ വീട്ടിലേക്ക് പോകുന്നത്. സ്തോത്രം. ഒരു വലിയ ഉറപ്പ് അവൾക്ക് കിട്ടി. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു വാഗ്ദത്തം അവൾക്ക് കിട്ടി. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ഉറപ്പ് മുറുകെ പിടിച്ചുകൊണ്ട് നിന്ദിക്കുന്നവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാനുള്ള ആ ചങ്കുറ്റത്തോടെ, ധൈര്യത്തോടു കൂടെയാണ് ഹന്ന തന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മുൻപാകെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച ഹന്ന വീണ്ടും ആലയത്തിലേക്ക് വരുന്നത് ഒരു വലിയ മറുപടിയുമായിട്ടാണ്,
മടങ്ങി വരുവാനായിട്ടിടയാ തീർന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം അമേൻ അമേ ദൈവമക്കളെ നിനക്ക് അർപ്പിക്കാനുള്ളത്, അമേന്നിന്റെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, അമേന്നിന്റെ വിഷയം ഏതുമാകട്ടെ, അമേ ദൈവത്തിന് മുൻപാകെ ആ വിഷയം നീ സമർപ്പിച്ചാൽ ശാശ്വതമായ പരിഹാരം അമേ കർത്താവ് നമുക്ക് നൽകുവാനിടയായിത്തീരും. ലോകത്തിന് തരുവാൻ കഴിയാത്ത അമേ വിടുതൽ, അമേ ഭർത്താവിന് തരുവാൻ കഴിയാത്ത അമേ വിടുതൽ, കർത്താവിന് സ്തോത്രം, മറ്റാർക്കും തരുവാൻ കഴിയാത്ത വിടുതൽ കർത്താവിന് തരുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാവിലെ സമയം നമ്മുടെ ഹൃദയം ദൈവസ്ഥലിൽ ഒന്ന് തുറക്കാമോ? ഹല്ലേലൂയ. മനുഷ്യന് മുൻപാകെ ഹൃദയം തുറക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയം തുറന്നാൽ നിശ്ചയമായും നമ്മുടെ ഹൃദയത്തിന്റെ ആവശ്യമനുസരിച്ച്, ആഗ്രഹമനുസരിച്ച് ദൈവം നമ്മെ സഹായിപ്പാൻ ഇടയായിത്തീരും. കർത്താവിന് സ്തോത്രം. ശിഷ്യന്മാർ തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുകയാണ്. ആമേൻ, ആമേൻ. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം അവരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. സ്തോത്രം. 12 ശിഷ്യന്മാരുടെയും കോള് കയറി വന്നു, കട്ടായി പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശിഷ്യന്മാർ തങ്ങളുടെ ഹൃദയ ദൈവസന്നിധിയിൽ തുറക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അവിടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു കർത്താവിൽ നിന്ന് ചിലത് പഠിക്കണമെന്നുള്ളത്. അവരുടെ ആഗ്രഹം ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് കർത്താവോട് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മുമ്പാകെ ഹൃദയം തുറന്ന് അവർ പറഞ്ഞപ്പോൾ കർത്താവ് ക്ഷണത്തിൽ അവർക്ക് മറുപടി നൽകുവാനിടയായി തീർന്നു. ക്ഷണത്തിൽ മറുപടി നൽകുവാനിടയായി. സ്തോത്രം. എന്താണ് മറുപടി പറഞ്ഞത്? അവൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലേണ്ടത്, ആമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനയ്ക്ക് ക്ഷണത്തിൽ, അവരുടെ ആഗ്രഹങ്ങൾക്ക് ക്ഷണത്തിൽ കർത്താവ് മറുപടി കൊടുക്കുകയാണ്. ഇന്ന് പകൽ ആമേ ദൈവത്തിന് മുൻപാകെ ഹൃദയം തുറക്കുന്നവർക്ക് വേണ്ടി ക്ഷണത്തിൽ മറുപടി നൽകുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മോടൊപ്പമുണ്ട്, നമ്മോട് കൂടെയുണ്ട്. കർത്താവിന് സ്തോത്രം. കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, കർത്താവിനാൽ അയക്കപ്പെടുവാൻ, കർത്താവ് ഏൽപ്പിക്കുന്നത് ചെയ്യുവാൻ ഇന്ന് ഈ രാവിലെ സമയം നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ നമ്മറിയാത്ത മേഖലകളിലൂടെ കർത്താവ് നമ്മെ അയക്കുവാനിടയായിത്തീരും. കർത്താവിനോട് കൂടെയിരുന്ന ശിഷ്യന്മാരെയാണ് കർത്താവ് അയച്ചത്. കർത്താവിനോട് കൂടെയിരുന്ന ശിഷ്യന്മാരെയാണ് കർത്താവ് പ്രസംഗിക്കുവാനായിട്ട് അയച്ചത്. കർത്താവിനോട് കൂടെയിരുന്ന ശിഷ്യന്മാർക്കാണ് കർത്താവ് അധികാരം കൈമാറിയത്. ഈ രാവിലെ സമയം കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന ആമേൻ, കർത്താവിൽ ചിലത് പ്രാപിച്ച് കർത്താവിനാൽ അയക്കപ്പെടുന്ന ഇടങ്ങളിൽ സ്തോത്രം, ആമേൻ, കർത്താവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷ തികച്ചെടുക്കുവാൻ ഈ രാവിലെ സമയം ആമേ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആമേ, കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് ആമേ വലിയ ഉദ്ദേശമുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് വലിയ ഉദ്ദേശമുള്ളതുപോലെ തന്നെ ആമേ നമ്മെ തിരഞ്ഞെടുത്തതിന് കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശം നമ്മിൽ നിറവേറേണ്ടതിന് ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പണത്തോടെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മതിനായി സഹായിക്കട്ടെ. കർത്താവ് അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ. സഭ ഇവിടെ തീർന്നതുകൊണ്ട് ഞാനൊരു വാക്കുകളെ ചുരുക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം എനിക്ക് ഈ ലൈവ് പ്രോഗ്രാമിൽ ചെയ്യുവാൻ അവസരമൊരുക്കി തന്ന ഇന്റർനാഷണൽ പ്രേം മിനിസ്ട്രിയുടെ ചെയർമാൻ, മറ്റ് ദാസന്മാർ, ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ച എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ടവർക്കും
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ ദിവസം ഞങ്ങൾക്ക് നൽകിയതിനായി കർത്താവിന് നന്ദി പറയുകയാണ്. ഈ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകെ നൽകണമേ. ഞങ്ങളുടെ ഹൃദയം ദൈവസ്ഥ ഞങ്ങൾ തുറക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങനെ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ തരുന്ന ഉദ്ദേശം ഞങ്ങൾ മനസ്സിലാക്കി കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചതായ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഇളങ്ങിയോടെ പ്രാർത്ഥിക്കുന്നു. ഈ ഇന്റർനാഷണൽ പ്രയർ മിഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെയർമാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് കൊടുത്ത വലിയ ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നൽകിയ ദർശനം കർത്താവെ ഹല്ലേലൂയ പ്രകാരം ഈ കർത്താവ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നയിക്കുവാൻ ഞങ്ങളുടെ ദാസനെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഈ ലൈവ് പ്രോഗ്രാമിലൂടെ കർത്താവിനെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥനയിൽ സഹായിച്ചവർക്കായി സ്തോത്രം. ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ഇവൻ്റെ കുടുംബത്തെയും ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് വാക്കു ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.